ഓക്കെ. അർജുനെ പഠിച്ചായിരുന്നോ? നെറ്റിക്ക് എന്തെങ്കിലും ഉണ്ടോ? പഠിച്ചായിരുന്നോ നമ്മുടെ? ആണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. വയലയിലാണോ വീട്? ചേച്ചി ആ മറ്റേ ഇതില്ലേ നമ്മുടെ ലാക്ടേഷൻ ഇല്ലേ, അതിനകത്ത് മറ്റേ ആ മിൽക്കിൻ്റെ ആ ഒരു ഫ്ലോ ചാർട്ട് ഒന്ന് പറയാമോ? മിൽക്ക് ഫോം ചെയ്യുന്നതിൻ്റെ. നമ്മുടെ ആംബുല ഇസ്തുമസ് അതാണോ? ആ അത് തന്നെ. ഇസ്തുമസ് അല്ല, ആംബുല മറ്റേ മാമറി ഗ്ലാൻഡ്. അത് തന്നെ. ആ ഒരു ഒന്ന് പറയാം, ഫ്ലോ ചാർട്ട് ഒന്ന് പറയാമോ മിൽക്ക് ഫോർമേഷൻ്റെ? ഓക്കെ. ആദ്യം മാമറി ഗ്ലാൻഡില് ആദ്യമായിട്ടുള്ളത് എന്താ? മാമറി ലോബ്യൂൾസ് ഉണ്ടല്ലേ. അതെന്ന് വെച്ചാൽ ഒരു 15 to 20 ലോബ്യൂൾസ്. ആ ലോബ്യൂൾസിനെല്ലാം കൂടി ഒരുമിച്ച് പറയുന്ന പേരാണ് ആൽവിയോളൈ. ആൽവിയോളയുടെ ഫംഗ്ഷൻ ആണ് മിൽക്ക് സെക്രീറ്റ് ചെയ്യാന്നുള്ളത്. പിന്നെ ഈ ആൽവിയോള സെക്രീറ്റ് ചെയ്യുന്ന മിൽക്ക് എവിടെ സ്റ്റോർ ആവും? ലൂമനില് അല്ലെങ്കിൽ ആൽവിയോളയുടെ ക്യാവിറ്റീസിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പൊ മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്ന ആൾ ആൽവിയോളയ്ക്കകത്തുള്ള സെൽസ് മാമറി ലോബ്സ്, ആൻഡ് ഈ ആൽവിയോളെ സെക്രീറ്റ് ചെയ്യുന്ന മിൽക്ക് സ്റ്റോർ ചെയ്യുന്നതാണ് ക്യാവിറ്റി അല്ലെങ്കിൽ ലൂമൻ. പിന്നെ ഈ ആൽവിയോളെ എല്ലാം കൂടി എന്ത് ചെയ്യും? അതെല്ലാം കൂടി ജോയിൻ ചെയ്ത് മാമറി ട്യൂബ്യൂൾസ് ആയിട്ട് ജോയിൻ ചെയ്ത് ഫോം ചെയ്യും. പിന്നെ മാമറി ട്യൂബ്യൂൾസ് ഫോം ചെയ്ത് കഴിഞ്ഞത് മാമറി ഡക്റ്റ് ആയിട്ട് മാറും. അതും കഴിഞ്ഞ് എന്ത് പറ്റി? മാമറി ഡക്റ്റ് എല്ലാം കൂടി ജോയിൻ ചെയ്ത് മാമറി ആംബുല ആയിട്ട് മാറും. സോ ആദ്യം മാമറി ലോബ്യൂൾസ് ഉണ്ട്, പിന്നെ ആൽവിയോളൈ, അതിന്റെ തന്നെ ക്യാവിറ്റി ഉണ്ടാവും, പിന്നെ ആൽവിയോളൈ കഴിഞ്ഞിട്ട് മാമറി ട്യൂബ്യൂൾസ് കഴിഞ്ഞിട്ടാണ് മാമറി ഡക്റ്റും, ആൻഡ് അതും കൂടെ കഴിഞ്ഞിട്ട് അങ്ങനെ വരും മാമറി ആംബുല. ഓക്കെ ആണോ? പിന്നെ ലാക്റ്റിവറസ് ഡക്റ്റും നിപ്പിൾസും അല്ലേ? അതെ അതെ. അല്ല, നമുക്കിവിടെ ബുക്കേല് മറ്റേ മാമറി ലൊബ്യൂൾസ് കൊടുത്തിട്ടില്ല, മാമറി ട്യൂബ്യൂൾസ് ആണ് കൊടുത്തേക്കുന്നത്. രണ്ടൊന്നല്ലേ? ആണോ? മാമറി ട്യൂബ്യൂൾസ് എന്ന് പറയുന്നത് ആൽവിയോളൈ ഓപ്പൺ ആവുന്ന ഒരു സ്ട്രക്ചർ ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ആൽവിയോളൈ എന്ന് പറയുന്നതിന്റെ തന്നെ അതിനകത്ത് ലോബ്യൂൾസ് ഉണ്ടല്ലോ. നമ്മളത് ചിലപ്പം ആൽവിയോളയ്ക്ക് അകത്തുള്ളതാണ് മാമറി ലോബ്സ് എന്നുള്ളത്. സോ അതുകൊണ്ടായിരിക്കും അവർ രണ്ടായിട്ട് പറയാത്തത്. അതിനകത്ത് എന്താ ആൽവിയോളെ തൊട്ടാണോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? ആൽവിയോളെ തൊട്ടാ. ഓക്കെ ഓക്കെ. അപ്പൊ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് തൊട്ടായിരിക്കും അവര് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അഭിഷേക്, ഗ്യാമറ്റോജെനസിസും മെൻസ്ട്രുവൽ സൈക്കിളും പഠിച്ചോ? ഓക്കെ ഓക്കെ. സ്പേമിന്റെ സ്ട്രക്ചർ എന്തായിരുന്നു? ഹെഡ്, ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ, ഹെഡിന്റെ മുഖത്ത് മറ്റേ ക്യാപ്പ് ഉണ്ട്, ടെയില്, നെക്ക്. അപ്പൊ മെയിൻ ആയിട്ട് പറയണ ഏതൊക്കെയാ? ഹെഡ് ഉണ്ട്, നെക്ക്, പിന്നെന്താ? ടെയിലുമാണോ? മിഡിൽ പീസും ടെയിലുമാണോ ഉള്ളത്? അതില് മൈറ്റോകോൺട്രിയ കാണുന്നത് ഏത് പാർട്ടിലാ? നെക്കിന് താഴെ. മിഡിൽ പീസിലാട്ടോ. മിഡിൽ പീസിലാണ് മൈറ്റോകോൺട്രിയ കാണുന്നത്. പിന്നെ ടെയിലിന്റെ ഫംഗ്ഷൻ എന്താ? സ്പേമിലെ ടെയിലിന്റെ ഫംഗ്ഷൻ മൊബിലിറ്റി. വെരി ഗുഡ്. മൊബിലിറ്റി, മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ടെയിൽ. പിന്നെ മെൻസ്ട്രുവൽ സൈക്കിളിലെ 4 ഫേസസ് ഏതൊക്കെയാ? മെൻസ്ട്രൽ ഫേസ്, ഫോളിക്കുലാർ ഫേസ്, ഓവുലേറ്ററി ഫേസ്,
ലൂട്ടിയൽ ഫേസ്. വെരി ഗുഡ്. മെൻസ്ട്രുവേഷൻ ഉണ്ട്, പിന്നെ പ്രൊലിഫറേഷൻ അല്ലെങ്കിൽ ഫോളിക്കുലാർ ഫേസ് ഉണ്ട്, ഓവലേഷൻ, ലൂട്ടിയൽ ഫേസ്. ഇത്രയാണ് മെൻസ്ട്രുവൽ സൈക്കിളിലെ ഫേസസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ആ ചാപ്റ്ററിന്റെ ബാക്കി ഫുള്ള് കംപ്ലീറ്റ് ആക്കുമോ? ഫെർട്ടിലൈസേഷൻ, ഇംപ്ലാന്റേഷൻ ആൻഡ് പാർട്യൂറേഷൻ ആൻഡ് ലാക്ടേഷൻ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് ആ ചാപ്റ്റർ നമുക്ക് തീർക്കാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രോസസ് ഓഫ് റീകോമിനന്റ് DNA ടെക്നോളജി. അതിനകത്ത് ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ DNA നമ്മൾ എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു അല്ലെ. എൻസൈംസ് ഒക്കെ യൂസ് ചെയ്ത് പ്യുവർ ആയിട്ടുള്ള DNA നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് സംഭവിക്കും? കട്ടിങ് DNA അറ്റ് ദ സ്പെസിഫിക് ലൊക്കേഷൻ. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ലൊക്കേഷനിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുന്ന കാര്യം. ഏത് എൻസൈം ആയിരുന്നു യൂസ് ചെയ്യുന്നത് DNA കട്ട് ചെയ്യാൻ? റെസ്ട്രിക്ഷൻ എൻസൈം. വെരി ഗുഡ്. റെസ്ട്രിക്ഷൻ എൻസൈം അല്ലെങ്കിൽ മോളിക്കുലർ സിസേഴ്സ് എന്ന് അറിയപ്പെടുന്ന എൻസൈംസ് ആണ് നമ്മൾ DNA കട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ് വഴി നമ്മൾ അതിനെ റെസ്ട്രിക്ഷൻ എൻസൈം വഴിയുള്ള ഡൈജഷൻ നടന്നു എന്നൊക്കെ ചെക്ക് ചെയ്തു, അത് എന്തോരായി എന്നൊക്കെ ചെക്ക് ചെയ്യും. പിന്നെ നമ്മൾ നേരത്തെ തന്നെ പറയാം, DNA നെഗറ്റീവ്ലി ചാർജ് ആണ്, അതുകൊണ്ട് അത് എങ്ങോട്ട് മൂവ് ചെയ്യും? പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ആനോഡിലേക്ക് മൂവ് ചെയ്യും. ആൻഡ് അങ്ങനെ DNA നമുക്ക് ആവശ്യമുള്ളതിനെ സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെക്റ്റർ DNA ആയിട്ട് മിക്സ് ചെയ്യും. സോ വെക്റ്റർ DNAയിലേക്ക് നമുക്ക് ആവശ്യമുള്ള ജീൻ ഓഫ് ഇൻട്രസ്റ്റ്, നമുക്ക് ആവശ്യമുള്ള ഡിസൈഡ് ജീൻ എന്ന് പറയുന്ന പേരാണ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ്, അതിലേക്ക് ജോയിൻ ചെയ്യും. സോ അങ്ങനെയാണ് റീകോമിനന്റ് DNA ഫോം ചെയ്യുന്നത്. സോ നമ്മളിപ്പോ എന്ത് ചെയ്തു? ആവശ്യമുള്ള നമ്മുടെ DNA സെപ്പറേറ്റ് ചെയ്തെടുത്തു ആൻഡ് അതിൽ നിന്ന് റീകോമിനന്റ് DNA ഫോം ചെയ്യുകയും ചെയ്തു. ആൻഡ് അടുത്തതാണ് ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. ആംപ്ലിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? അതിന്റെ ക്വാണ്ടിറ്റി കൂട്ടുക അല്ലെങ്കിൽ അതിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യാന്നുള്ളതിനെയാണ് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുക. സോ നമ്മളിപ്പോ ചിലപ്പോ ഒരു സിമ്പിൾ മോളിക്യൂളിന് മാത്രമായിരിക്കും നമ്മൾ ഈ ഒരു RDNA പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് എന്ത് വേണം? അതിന്റെ മൾട്ടിപ്പിൾ കോപ്പീസ് വേണം. ആൻഡ് അതിനു വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് PCR. PCR എന്ന് വെച്ചാൽ എന്താ? പോളിമറേസ് ചെയിൻ റിയാക്ഷൻ. പോളിമറേസ് ചെയിൻ റിയാക്ഷന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള DNA ഫ്രാഗ്മെന്റിനെ അല്ലെങ്കിൽ അതിന്റെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ മൾട്ടിപ്പിൾ കോപ്പീസ് ഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് PCR അല്ലെങ്കിൽ പോളിമറേസ് ചെയിൻ റിയാക്ഷൻ. സോ അതിന്റെ സ്റ്റെപ്സ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് എന്തൊക്കെയുള്ളത്? മെയിൻ ആയിട്ട് 3 സ്റ്റെപ്സ് ഉള്ളത്: ഡീനാച്ചുറേഷൻ, അനീലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ. സോ ഇത് 1983 PCR ആദ്യം ഇൻവെന്റ് ചെയ്യുന്നത്. ആൻഡ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് എന്താ? നമ്മളിത് ചെയ്യുന്നത് ലബോറട്ടറി കണ്ടീഷൻസിലായിരിക്കും ചെയ്യുന്നത്. അതിന് എന്തൊക്കെ യൂസ് ചെയ്യും? എൻസൈംസും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡിവൈസസും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ നടത്തുന്നത്. അതിനകത്ത് യൂസ് ചെയ്യുന്ന എൻസൈമിന്റെ പേരാണ് ടാക് പോളിമറേസ്, TAQ, ടാക് പോളിമറേസ് എൻസൈം എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഡീനേച്ചുറേഷൻ. ആദ്യം എന്ത് ചെയ്യും? നമ്മുടെ DNA സ്ട്രാൻഡ്, അതായത് നമുക്ക് ആവശ്യമുള്ള കയ്യിലുള്ള DNA സ്ട്രാൻഡ് ഏതാണോ അതിനെ ഹീറ്റ് ചെയ്യും. ആൻഡ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമുക്കറിയാം DNA മോളിക്യൂൾസ് ഒക്കെ ഹീറ്റ് അല്ലെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ കൂടി കഴിയുന്ന സമയത്ത് അത് സെപ്പറേറ്റ് ആവും. സെപ്പറേറ്റ് ആവുന്ന വെച്ചാൽ ഓൾമോസ്റ്റ് 2 സ്ട്രാൻഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് മാറും. ഇത് നടക്കുന്നത് എത്രയിലായിരിക്കും? ഓൾമോസ്റ്റ് 94 to 98 ഡിഗ്രി സെൽഷ്യസ്. 94 to 98 ഡിഗ്രി സെൽഷ്യസിലാണ് ഡീനാച്ചുറേഷൻ ഓഫ് DNA നടക്കുന്നത്. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മുടെ ഡിസൈഡ് DNA അല്ലെങ്കിൽ ഏത് നമ്മുടെ DNA സാമ്പിൾ അതിനെ 2 സ്ട്രാൻഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീനാച്ചുറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടത്തും. എന്താ നടക്കുന്നത്? 94 to 98 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ടെമ്പറേച്ചറിലായിരിക്കും. സോ അങ്ങനെ അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കും? ഡീനാച്ചുറേഷൻ കഴിഞ്ഞ് നമുക്ക് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA, ഇവിടെയുള്ള എന്താ? ഡബിൾ സ്റ്റാൻഡേർഡ് DNA. ഈ DS എന്ന് വെച്ചാൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആട്ടോ. ഒരു DNA തന്നെ 2 സ്റ്റാൻഡ്സ് ഉള്ള ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. അത് പിന്നെ എന്ത് പറ്റി? സിംഗിൾ സ്റ്റാൻഡേർഡ്, ഒരൊറ്റ സ്റ്റാൻഡുള്ള DNA ആയിട്ട് മാറി. സോ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ആൻഡ് അതിനുശേഷവും സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് അനീലിംഗ്. ആൻഡ് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു പ്രൈമറിനെ ആഡ് ചെയ്യും. പ്രൈമർ എന്ന് വെച്ചാൽ നമ്മുടെ ഈ DNAയുടെ ബാക്കി ഒരു കോപ്പി, അതായത് അതിന്റെ ഓപ്പോസിറ്റ് സ്റ്റാൻഡിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഈ പ്രൈമർ. DNA പ്രൈമർ ഉണ്ട്, RNA പ്രൈമർ ഉണ്ട്. ആൻഡ് ഇതിന്റെ ഫംഗ്ഷൻ എന്താ? DNAയുടെ ബാക്കി പോർഷനെ സിന്തസൈസ് ചെയ്യുക, ബാക്കി പോർഷനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഫംഗ്ഷൻ. സോ
ഈ പ്രൈമറിനെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് നോക്കിക്കേ, ഇവിടെ 5' അല്ലെങ്കിൽ 5' എൻഡും ഇവിടെ 3' എൻഡും ആണ് DNA-യുടെ എങ്കിൽ നമ്മൾ നേരെ ഓപ്പോസിറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് എങ്ങനെയായിരിക്കും, രണ്ട് എൻഡ്സും ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും. അതായത് ഒരു 5' എൻഡിന്റെ ഓപ്പോസിറ്റ് വരുന്നത് എപ്പോഴും 3' എൻഡ് ആയിരിക്കും. ആൻഡ് 3' എൻഡിന്റെ ഓപ്പോസിറ്റ് വരുന്നത് ആരാ, 5' എൻഡ് ആയിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞു. സോ ഇവിടെ അതുപോലെ തന്നെ 5' എൻഡിന്റെ ഓപ്പോസിറ്റ് സൈഡിന്റെ ആയിട്ടായിരിക്കും 3' എൻഡ് വരിക. ആൻഡ് 3' എൻഡിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും 5' എൻഡ് വരിക. ആൻഡ് അതിന്റെ രണ്ടാമത്തെ സ്റ്റാൻഡിൽ എങ്ങനെയാ, ഇതേപോലെ തന്നെ ആയിരിക്കും. 3' അടുത്ത് വരുന്നത് 5'ഉം അതുപോലെ തന്നെ 5' അടുത്ത് വരുന്നത് 3'ഉം. ആ ഒരു രീതിയിലായിരിക്കും പ്രൈമർ ഇതിലേക്ക് അറ്റാച്ച് ആവുന്നത്. സോ ഇങ്ങനെ അറ്റാച്ച് ആയ പ്രൈമർ എന്ത് ചെയ്യും, ബാക്കിയുള്ള പാർട്ടിനെ സിന്തസൈസ് ചെയ്യും. സോ അനീലിംഗിൽ എന്ത് പറ്റും, പ്രൈമർ അറ്റാച്ച് ആയി അതിന്റെ ടെമ്പറേച്ചർ നടക്കുന്നത് ഏതാ, ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിൽ മാത്രമേ അനീലിംഗ് നടക്കുള്ളൂ. അതെന്ന് പറയുന്നത് ഒരു കുറച്ചും കൂടി ലോവർ ടെമ്പറേച്ചർ, ഈ ഡീനേച്ചറേഷൻ നടക്കുന്ന അത്രയും ഹൈ ടെമ്പറേച്ചർ വേണ്ട, കുറച്ചും കൂടി ലോവർ ടെമ്പറേച്ചറിലായിരിക്കും അനീലിംഗ് നടക്കുക. സോ ആദ്യത്തെ പ്രോസസ്സ് കഴിയുന്ന സമയത്ത് ഇവിടെ എന്ത് പറ്റും, ടെമ്പറേച്ചർ ലോ ആവും, ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്തിട്ടാണ് അനീലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. സോ അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് PCR. പിന്നെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്ന പേരാണ് എക്സ്റ്റൻഷൻ. സോ നമുക്കറിയാം എക്സ്റ്റൻഷൻ എന്ന് വെച്ചാൽ അതിന്റെ ബാക്കിയുള്ള ന്യൂക്ലിയോടൈഡ് സീക്വൻസിനെ പ്രൊഡ്യൂസ് ചെയ്യാം. സോ അതിനുവേണ്ടി നമ്മളൊരു പ്രത്യേക എൻസൈമിനെ യൂസ് ചെയ്യും. ആ എൻസൈമിന്റെ പേരാണ് ടാഗ് പോളിമറൈസ്. സോ ടാഗ് പോളിമറൈസ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു എൻസൈം. ആൻഡ് അതിന്റെ പ്രത്യേകത എന്താ, നമ്മൾ ഈ പ്രോസസ് ഒക്കെ നടത്തുന്നത് വളരെ ഹൈ ടെമ്പറേച്ചറിലായിരിക്കും. സോ ഈ വളരെ ഹൈ ടെമ്പറേച്ചറിൽ ഈ എല്ലാ എൻസൈംസ് ഒന്നും വർക്ക് ചെയ്യില്ല. ഇപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഈ DNA മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ബോഡിയിലുള്ള എൻസൈം എന്താ, നമ്മുടെ ബോഡി ടെമ്പറേച്ചറിന്റെ റേഞ്ചിൽ മാത്രമായിരിക്കും ഫങ്ഷൻ ചെയ്യുന്നത്. അതിന് ഈ ഒരു ഹൈ ടെമ്പറേച്ചറിൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. സോ അവരെന്ത് ചെയ്തു, തെർമസ് എക്വാഫിലസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ, അതിൽ നിന്നൊരു എൻസൈമിനെ അവര് സെപ്പറേറ്റ് എടുത്തു. സോ ഇതിന്റെ പ്രത്യേകത എന്താ, ഈ തെർമസ് എക്വാഫിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു തെർമോ ബാക്ടീരിയ. +1 പഠിച്ചിട്ടുണ്ട് അല്ലെ, എന്താ തെർമോ ബാക്ടീരിയ, ഹൈ ടെമ്പറേച്ചറുള്ള ഹോട്ട് സ്പ്രിങ്സിലും അതുപോലെയുള്ള കണ്ടീഷൻസിലൊക്കെ വളരുന്ന ബാക്ടീരിയാസ് ആണ് തെർമോ ബാക്ടീരിയാസ്. സോ അതിന്റെ എൻസൈമിന്റെ പ്രത്യേകത എന്താ, അവർക്ക് വളരെ ഹൈ ടെമ്പറേച്ചറിലും ഫങ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ DNA പോളിമറൈസ് ആയിട്ട് ടാഗ് പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈമിനെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മൾ എൻസൈം മാത്രം യൂസ് ചെയ്താൽ മതിയോ, പോരാ, ഇതിന്റെ ബാക്കി പാർട്ട് ഉണ്ടാവാനായിട്ട് അതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും കൂടി അവിടെ ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഡീയോക്സി ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ രണ്ട് സെപ്പറേറ്റ് ആയ DNA ഫ്രാഗ്മെന്റ്സിലേക്ക് പ്രൈമർ അറ്റാച്ച് ചെയ്തു. ആൻഡ് അത് കഴിഞ്ഞ് എന്ത് ചെയ്തു, അതിലേക്ക് എൻസൈമും അതുപോലെ തന്നെ ഡീയോക്സി ന്യൂക്ലിയോടൈഡ്സിനെയും ആഡ് ചെയ്തു. ആൻഡ് അത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതിന് എക്സ്റ്റൻഷൻ നടക്കും. സോ ഈ ഫ്രാഗ്മെന്റ്സ് അവിടെ ബാക്കി ബിൽഡ് ചെയ്ത് തുടങ്ങും. ആൻഡ് ഇത് നടക്കുന്നത് ഓൾമോസ്റ്റ് 75 to 80 അല്ലെങ്കിൽ ഒരു 72 അത്രയൊക്കെ ഹൈ ടെമ്പറേച്ചറിൽ തന്നെയായിരിക്കും എക്സ്റ്റൻഷനും നടക്കുന്നത്. 80°C ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ആൻഡ് 5' to 3' എന്ന് പറയുന്ന ഓർഡറിലായിരിക്കും ഇവിടെയും എന്താ സംഭവിക്കുന്നത്, ന്യൂക്ലിയോടൈഡിനെ ആണെങ്കിൽ. സോ നമ്മൾ ഈ ഫിഗർ നോക്കിയാൽ എന്താ, ഇവിടെ 5' and 3' ഉണ്ട്. ആൻഡ് ഇങ്ങോട്ട് എന്താ, ഈ സൈഡിലേക്കാണ് അവിടെ ആഡ് ചെയ്ത് പോയിട്ടുള്ളത്. സോ 5' to 3', 5' നിന്ന് 3'ലേക്കായിരിക്കും അവിടെ ന്യൂക്ലിയോടൈഡ്സ് ആഡ് ആയി പോകുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ 5' 3' ഡയറക്ഷനിലാണ് നമ്മുടെ ന്യൂക്ലിയോടൈഡ്സിനെ DNA-യിലേക്ക് ആഡ് ആവുന്നത്. ആൻഡ് ഇങ്ങനെ എന്തുണ്ടാവും, കോംപ്ലിമെന്ററി സ്ട്രാൻഡ്സ് ഉണ്ടാവും. കോംപ്ലിമെന്ററി സ്ട്രാൻഡ്സ് എന്ന് വെച്ചാൽ അവര് ഈ ഒരു സിംഗിൾ സ്ട്രാൻഡ് ഏതാണോ അതിന്റെ നേരെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള, അതായത് ഈ രണ്ട് സ്ട്രാൻഡ്സും സെയിം ആയിട്ട്, ഈ രണ്ട് ഡബിൾ സ്ട്രാൻഡ്സും ഒരേ DNA-യുടെ കോപ്പീസ് ആയിട്ടായിരിക്കും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടുന്നത് അവസാനം. സോ അതാണ് ലാസ്റ്റ് അല്ലെങ്കിൽ തേർഡ് സ്റ്റെപ്പ് ആയിട്ടുള്ള എക്സ്റ്റൻഷൻ. സോ ഇത് നമ്മൾ ഒരു DNA ഫ്രാഗ്മെന്റിനെ യൂസ് ചെയ്ത് ഒരു ടൈം ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ, രണ്ട് പുതിയ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആയിരിക്കും കിട്ടുന്നത്. സോ നമുക്ക് മൾട്ടിപ്പിൾ കോപ്പീസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് ചെയ്യണം, നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് ചെയ്യണം. ഓൾമോസ്റ്റ് ഒരു 25 to 30 ടൈംസ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും, ഒരു ബില്യൺ ടൈംസ് ഓഫ്, അത് കണ്ടോ ഇവിടെ പറഞ്ഞുകൊണ്ട് 30 സൈക്കിൾസ് ചെയ്ത് കഴിയുന്ന സമയത്ത് ഓൾമോസ്റ്റ് 1 ബില്യൺ കോപ്പീസ് ഓഫ് DNA ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. കാരണം എന്താ, ആദ്യം ഒരു DNA സ്റ്റാൻഡ് ആണെന്ന് വിചാരിച്ചു, അതിൽ നിന്ന് പിന്നെ 2 ആയിട്ട് മാറും, പിന്നെ ഈ 2 DNA സ്റ്റാൻഡ്സും അതിന്റെ കോപ്പി പ്രൊവൈഡ് ചെയ്യും. സോ ഒരു എക്സ്പോണൻഷ്യൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ 30 സൈക്കിൾസിൽ തന്നെ ഓൾമോസ്റ്റ് 1 ബില്യൺ കോപ്പീസ് ഓഫ് DNA നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. പ്രോസസ് ക്ലിയർ ആയോ?
ഓക്കെ. സോ 3 സ്റ്റെപ്സ് ആണ് PCR-ലുള്ളത്: ഡീനാച്ചുറേഷൻ, അനീലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ. അതിന്റെ ടെമ്പറേച്ചറും കൂടി ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ആദ്യത്തത് 94 to 98 ഡിഗ്രി സെൽഷ്യസ്, രണ്ടാമത്തത് കുറച്ചും കൂടി ലോവർ ടെമ്പറേച്ചറിലായിരിക്കും, ആൻഡ് തേർഡ് വൺ 75 to 80 ഡിഗ്രി സെൽഷ്യസിലാണ് ഒക്കർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് വേറൊരു കാര്യം പറയാനുള്ളത് തെർമസ് അക്വാറ്റിക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയമാണ്. ആൻഡ് അതിൽ നിന്ന് എന്ത് കിട്ടും നമുക്ക്? ട്വാക് പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം കിട്ടുന്നത് തെർമസ് അക്വാറ്റിക്കസ് എന്ന് പറയുന്ന ഒരു തെർമോസ്റ്റേബിൾ ബാക്ടീരിയ. സോ അതിൽ നിന്നാണ് ഈ ഒരു തെർമോസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പോളിമറൈസ് എൻസൈം ട്വാക് പോളിമറൈസ് കിട്ടുന്നത്. ആൻഡ് ഇത് ആക്റ്റീവ് ആകുന്ന ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് എത്രയാ? 70 ഡിഗ്രി സെൽഷ്യസ്. 70 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ടെമ്പറേച്ചറിലൊക്കെ ഇതിന് ആക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടെ. ഒരു മിനിറ്റ്. സ്ക്രീൻ മൊത്തം പോയോ? പോയി, മൊത്തം പോയി. ഓക്കെ ഓക്കെ ഓക്കെ. കാണാമോ ഇപ്പോ? ഓക്കെ. സോ ടാക് പോളിമറൈസ് ഫങ്ഷൻ ചെയ്യുന്ന ഓൾമോസ്റ്റ് 70 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ആയിരിക്കും. നമുക്കറിയാം എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ എത്രയല്ല 75 to 80 ആണെങ്കിൽ 72 ഡിഗ്രീസിലൊക്കെയാണ് എക്സ്റ്റൻഷൻ നടക്കുന്നത്. സോ ടാക് പോളിമറൈസ് ആ ഒരു ടെമ്പറേച്ചറിലും കൂടി വർക്ക് ചെയ്യാറുണ്ട്. സോ ഇതാണ് PCR അല്ലെങ്കിൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഇത് ചെയ്യുന്നത് എന്തിനാ? നമുക്ക് ഒരു DNA അല്ലെങ്കിൽ നമ്മുടെ ആവശ്യമുള്ള DNA മൾട്ടിപ്പിൾ കോപ്പീസ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ് PCR. ആൻഡ് ഇത് യൂസ് ചെയ്യുന്നത് യൂസേജ് നിങ്ങൾക്ക് പഠിക്കാനില്ല, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഈ അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും നമുക്ക് ഒരു ചെറിയ ക്വാണ്ടിറ്റി ഓഫ് സാമ്പിൾ കിട്ടുവാണെങ്കിൽ, ഒരു വൈറൽസിന്റെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ക്വാണ്ടിറ്റി ഓഫ് DNA സാമ്പിൾ കിട്ടുവാണെങ്കിലും അതിനെ ആംപ്ലിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു ടെക്സ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ നമ്മൾ വൈറസ്, അതായത് ഈ PCR ടെസ്റ്റ്, കോവിഡ് ഒക്കെ വന്ന സമയത്ത് ഈ PCR ടെസ്റ്റ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ജീനോം, അതായത് അതിന്റെ ജനറ്റിക് ആയിട്ടുള്ള കൺസ്റ്റിറ്റ്യുവൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ടും, അതുപോലെ തന്നെ ഈ ചെറിയ സാമ്പിൾ, അതായത് നമുക്കിപ്പോ ഒരു ചെറിയ സാമ്പിൾ മാത്രമേ കിട്ടുകയുള്ളെങ്കിലും അതിനെ ആംപ്ലിഫൈ ചെയ്ത് ഒത്തിരി വലിയ ക്വാണ്ടിറ്റിയിലേക്ക് മാറ്റാനായിട്ടും PCR ഉപയോഗിച്ച് പറ്റും. സോ അതുകൊണ്ട് തന്നെ ഈ ഫോറൻസിക് സയൻസിലും അതുപോലെ തന്നെ ജനറ്റിക് ടെസ്റ്റിങ്ങിലും ഒക്കെ PCR യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. പിന്നെ ഈ ഫോസിൽസിൽ നിന്ന് ലഭിക്കുന്ന DNA അതൊക്കെ എങ്ങനെയാ? അതൊക്കെ നമുക്ക് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ടും PCR യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് PCR-ന്റെ ഫങ്ഷൻസ്. സോ അതിനകത്ത് യൂസ് ചെയ്യുന്ന ബാക്ടീരിയ നിന്ന് കിട്ടുന്ന അതിന്റെ എൻസൈം ആയിട്ടുള്ള തെർമസ് അക്വാറ്റിക്കസിലെ ടാക് എൻസൈം, ടാക് പോളിമറൈസിന്റെ കാര്യം ഓർക്കണം. പിന്നെ 3 സ്റ്റെപ്സുള്ള കാര്യം ഓർക്കണം: ഡീനാച്ചുറേഷൻ, അനീലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ. ആ കാര്യങ്ങൾ ഓർക്കണം. ക്ലിയർ അല്ലേ അത്? ഓക്കെ. അടുത്താണ് ഇൻസേർഷൻ ഓഫ് റീകോംബിനന്റ് DNA into the host cell or organism. സോ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആദ്യം DNA സെപ്പറേറ്റ് ചെയ്തു, പിന്നെ അതിനെ കട്ട് ചെയ്തായി നമുക്ക് ആവശ്യമുള്ള ഒരു റീകോംബിനന്റ് DNA ആയിട്ട് മാറ്റി, പിന്നെ അതിനെ PCR നടത്തി ആംപ്ലിഫിക്കേഷൻ ചെയ്തു. ആൻഡ് അടുത്തത് എന്താ? നമുക്ക് അതിനെ ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് ആ DNA ഇൻസേർട്ട് ചെയ്യണം. സോ അതിനാണ് നമ്മുടെ അടുത്ത പ്രോസസ്. ഈ ഹോസ്റ്റ് സെൽ എന്ന് വെച്ചാൽ നമുക്ക് അതിന് റെസിപ്പിയൻ സെൽ എന്നും പറയാം കേട്ടോ, രണ്ടും സെയിം തന്നെ. സോ DNA നമുക്ക് അതിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിനകത്ത് ഓരോരോ ഫാക്ടേഴ്സ് വേണം. സോ നമ്മളിപ്പം സെലക്ടബിൾ മാർക്കേഴ്സിന്റെ കാര്യം പറഞ്ഞില്ലാഞ്ഞു, അതുപോലെ നമ്മൾ PBR 322 കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ആംബിസിലിൻ റെസിസ്റ്റൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ? സോ ഇപ്പൊ നമുക്കൊരു റീകോംബിനന്റ് DNA ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീൻ ഉള്ളൊരു ഇതാന്ന് വിചാരിച്ചു, അതൊരു സെലക്ടബിൾ മാർക്കർ. അങ്ങനെയുള്ളൊരു റീകോംബിനന്റ് DNA നമ്മൾ ഒരു ഹോസ്റ്റിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ ആ DNA-യുടെ ക്യാരക്ടർ ആ സെല്ലിന് കിട്ടും. അതായത് നമ്മൾ ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത DNA ആംബിസിലിൻ റെസിസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റുന്നത്? ഹോസ്റ്റ് സെല്ലും ആംബിസിലിൻ റെസിസ്റ്റന്റ് ആയിരിക്കും. അതൊരു എക്സാമ്പിൾ ആയിട്ട് ഇവർ പറഞ്ഞിട്ടുള്ള കേട്ടോ. ഫോർ എക്സാമ്പിൾ എന്ത് പറ്റും? നമ്മുടെ റീകോംബിനന്റ് DNA-യുടെ ക്യാരക്ടർ, അതിന്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയായിരിക്കും അതിന്റെ ഹോസ്റ്റ് സെല്ലിനും ഉണ്ടാവുക. സോ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ഉള്ള, അതായത് ആംബിസിലിൻ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു
DNA റീകോമിനന്റ് DNA DNA നമ്മൾ എന്ത് ചെയ്തു, ഒരു ഈക്കോളയുടെ ഹോസ്റ്റ് സെല്ലിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അത് കഴിയുമ്പോൾ എന്ത് പറ്റും, ഈക്കോളയും എന്തായിട്ട് മാറും, ആംബിസിലിൻ റെസിസ്റ്റന്റ് ആയിട്ട് മാറും. സോ ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ട്രാൻസ്ഫോർമേഷൻ. ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ എന്താ, ചേഞ്ച് ഉണ്ടാക്കുക. അതായത് നോർമൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലുള്ള ഹോസ്റ്റ് സെല്ലിനകത്തേക്ക് റീകോമിനന്റ് DNA ഇൻഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ, അതിനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ സമയത്ത് അതിന് ഒരു ചേഞ്ച് ഉണ്ടായി, പുതിയൊരു, അതായത് റീകോമിനന്റ് DNAയുടെ ക്യാരക്ടർ കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ട്രാൻസ്ഫോർമന്റ് അല്ലെങ്കിൽ റീകോംബിനന്റ് എന്ന് പറയും അല്ലെ. അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ നടക്കാത്തവർക്ക് എന്ത് പറയും, ഒരു ചേഞ്ച് ഉണ്ടാവാത്തവർക്ക് പറയുന്നതാണ് നോൺ ട്രാൻസ്ഫോർമന്റ് അല്ലെങ്കിൽ നോൺ റീകോംബിനന്റ് ആയിട്ടുള്ള ഓർഗാനിസം എന്ന് പറയും. സോ ചേഞ്ച് നടന്ന് നമ്മളായിട്ട് എഡിറ്റ് ചെയ്ത പുതുതായിട്ട് നിർമ്മിക്കുന്നത് ഏതൊക്കെ മാത്രമായിരിക്കും, ട്രാൻസ്ഫോർമേഷൻ നടന്ന സെൽസ് മാത്രമായിരിക്കും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടാവുക. ബാക്കിയൊക്കെ എന്തായിരിക്കും, നോൺ ട്രാൻസ്ഫോർമന്റ് ആയിരിക്കും, ചേഞ്ച് ഉണ്ടാവാത്തതായിരിക്കും. സോ അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു ക്യാരക്ടർ അനുസരിച്ചല്ലേ ഇത് ചേഞ്ച് ആയോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത്. സോ അതിന് പറയുന്ന പേരാണ് സെലക്ടബിൾ മാർക്കർ. PBR 322 നമ്മൾ 2 സെലക്ടബിൾ മാർക്കേഴ്സിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ഏതൊക്കെയാന്ന് ഓർക്കുന്നുണ്ടോ? ആംബിസിലിനും പിന്നെ ടെട്രാസൈക്ലിനും. വെരി ഗുഡ്. ടെട്രാസൈക്ലിനും ഉണ്ട്, അതുപോലെ തന്നെ ആംബിസിലിനും ഉണ്ടായിരുന്നു. അതാണ് ഇൻസേർഷൻ ഓഫ് റീകോമിനന്റ് DNA ഇൻ ദ ഹോസ്റ്റ് സെൽ. ഹോസ്റ്റ് സെല്ലിനുള്ളിലേക്ക് റീകോമിനന്റ് DNA ഇൻസേർട്ട് ചെയ്യുന്നത് കാര്യം. അടുത്തത് ഒബ്റ്റെയിനിങ് ദ ഫോറിൻ ജീൻ പ്രോഡക്റ്റ്. അതെന്താ, നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം, അതായത് നമ്മൾ നേരത്തെ ബയോടെക്നോളജി തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞ എന്താ, ഈ ബയോ ഓർഗാനിസം അല്ലെങ്കിൽ ജീവനുള്ള വസ്തുക്കളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവരെ മാനിപ്പുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് ചേഞ്ച് വരുത്തുന്ന ഒരു പ്രോസസ്സാണ് ബയോടെക്നോളജി അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. സോ നമ്മൾ ഇതിൽ എന്ത് ചെയ്തു, എല്ലാം പ്രോസസ് ചെയ്തു, DNA ഇൻസേർട്ട് ചെയ്തു, അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ചേഞ്ച് വന്ന് ട്രാൻസ്ഫോർമന്റ് ആയിട്ടുള്ളവരെ നമ്മൾ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞു. സോ ഇനി ലാസ്റ്റ് എന്താ, നമുക്ക് അതിൽ നിന്ന് ആവശ്യമായിട്ടുള്ള റിസൾട്ട് കിട്ടണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ ചില പ്രത്യേക കണ്ടീഷൻസിൽ മാത്രമേ ഈ ഫോറിൻ ജീൻ, അതായത് നമ്മൾ ഇൻഡ്യൂസ് ചെയ്ത ആ ജീൻ വർക്ക് ചെയ്യുള്ളൂ. അല്ലാതെ എല്ലാ നോർമൽ കണ്ടീഷനിൽ ഇരിക്കുന്ന സമയത്തൊന്നും അത് ചിലപ്പോൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യണമെന്നില്ല. സോ ഒരു ഏലിയൻ DNA ക്ലോണിംഗ് വെക്ടറിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്തു, അതിനെ ബാക്ടീരിയ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെല്ലിനകത്തേക്ക് ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് അത് എന്ത് പറ്റും, ആ DNA മൾട്ടിപ്ലൈ ആവും. അങ്ങനെ ആവശ്യമുള്ള പ്രോഡക്റ്റ് കിട്ടാനായിട്ട് അതിന് എന്ത് ചെയ്യണം, ആ ഒരു DNA എക്സ്പ്രസ് ആവണം. സോ ജസ്റ്റ് DNA അതിനകത്ത് പ്രസന്റ് ആണെന്ന് കരുതി നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് കിട്ടണം എന്നില്ല. അതിന് ആവശ്യമുള്ള കണ്ടീഷൻസ് വന്നത് എക്സ്പ്രസ് ആയാലും മാത്രമേ റീകോമിനന്റ് DNAയിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടുകയുള്ളൂ. സോ ഈ ചില സെൽസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലബോറട്ടറീസിലും അങ്ങനെയൊക്കെ നമുക്ക് ക്ലോൺ ചെയ്ത് അതിങ്ങനെ കൾട്ടിവേറ്റ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റിനെ നമുക്ക് പ്യൂരിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിങ്ങനെയാ, അത് സ്മോൾ സ്കെയിലായിരിക്കും. ലൈക്ക് ലാബിലൊക്കെ കൾച്ചർ ചെയ്തെടുക്കുന്നത് വളരെ ചെറിയ സ്കെയിലായിരിക്കും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബയോ റിയാക്ടേഴ്സ് പോലുള്ള വലിയ ലാർജ് ക്വാണ്ടിറ്റിയിലുള്ള മെഷീനറി യൂസ് ചെയ്ത് ഒത്തിരി ഇൻഡസ്ട്രിയൽ സ്കെയിലൊക്കെ ബയോടെക്നോളജി വഴിയുള്ള പ്രോഡക്ട്സിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ ഇവരാദ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് the cells harboring clone genes of interest may be grown on small scale in the laboratory. പിന്നെ അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, റീകോമിനന്റ് പ്രോട്ടീൻ. റീകോമിനന്റ് പ്രോട്ടീൻ എന്ന് വെച്ചാൽ ഈ ഹെട്രോലോഗസ് ഹോസ്റ്റ്, അതായത് നമ്മുടെ ഹോസ്റ്റ് സെല്ലിനകത്ത് ഒരു പ്രോട്ടീൻ എൻകോഡിങ് ജീൻ, പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ഒരു ജീൻ എക്സ്പ്രസ് ആവുകയാണെങ്കിൽ അതിന് പറയുന്ന പേരെന്താ, റീകോമിനന്റ് പ്രോട്ടീൻ. അതായത് ഹോസ്റ്റ് സെല്ലില് പുതുതായിട്ടുള്ള DNA, അതായത് നമ്മൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത DNA മെറ്റീരിയലിൽ നിന്നും ഉണ്ടാകുന്ന ഒരു പ്രോട്ടീൻ, അതിന് കോഡ് ചെയ്യുന്ന ആ പ്രോട്ടീൻ എന്ന് പറയുന്ന പേരാണ് റീകോംബിനന്റ് പ്രോട്ടീൻ. സോ പ്രോട്ടീൻ എൻകോഡിങ് ജീൻ എക്സ്പ്രസ്ഡ് ഇൻ എ ഹെട്രോലോഗസ് ഹോസ്റ്റ് ഈസ് കോൾഡ് റീകോംബിനന്റ് പ്രോട്ടീൻ. പിന്നെ അടുത്തത് നമുക്ക് ഈ ബയോളജിക്കലി നമുക്ക് ഈ സെൽസിന് എന്ത് ചെയ്യണം, അതിന്റെ ഡിസൈഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിന് നമുക്ക് എടുക്കണം, എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബയോ റിയാക്ടേഴ്സും അതുപോലെ കുറച്ച് പ്രോസസ്, ഡൗൺ സ്ട്രീം പ്രോസസ് ഒക്കെ യൂസ് ചെയ്താണ് അതിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത്. സോ ഇതിനകത്ത് അവരാദ്യം ബയോ റിയാക്ടേഴ്സിന്റെ പടം കൊടുത്തിട്ടുണ്ട് അല്ലെ. സോ അതിന് മുമ്പ് നമുക്ക് ഡൗൺ സ്ട്രീം പ്രോസസ് എന്താ നോക്കാം. സോ
ഡൗൺ സ്ട്രീം പ്രോസസ് എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റിനെ ബയോസിന്തസിസ് കഴിഞ്ഞ് അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ഇതിന് പറയുന്ന പേരാണ് ഡൗൺ സ്ട്രീം പ്രോസസ്. ആൻഡ് ബയോ റിയാക്ടർ എന്താ? ബയോ റിയാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു വെസൽസ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഫെർമെന്റേഷൻ ഒക്കെ പഠിച്ച സമയത്ത് എന്ത് പഠിച്ചു? അതിനകത്ത് ഓരോ ഫെർമെന്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ? അതുവഴിയായിരുന്നു എന്ത് നടക്കുന്നത്? ഫെർമെന്റേഷന്റെ പ്രോസസ് ഒക്കെ നടക്കുന്നത്. സോ അതുപോലെ തന്നെ ഈ ബയോ റിയാക്ടേഴ്സിന്റെ ഉള്ളിൽ വെച്ചായിരിക്കും ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ബയോടെക്നോളജിയിൽ ആവശ്യമായിട്ടുള്ള പ്രോഡക്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 100 to 1000 ലിറ്റേഴ്സ് വോളിയത്തിലായിരിക്കും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം ബയോ റിയാക്ടേഴ്സ് എന്താ നോക്കാം. ബയോ റിയാക്ടേഴ്സ് എന്താ? ലാർജ് വോളിയം ഓഫ് എന്തോ ലാർജ് വോളിയം ഓഫ് കൾച്ചറിനെ പ്രോസസ് ചെയ്ത് അതിൽ നിന്ന് ആവശ്യമുള്ള പ്രോഡക്ട്സിനെ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഷീനറിയാണ് ബയോ റിയാക്ടേഴ്സ്. ഓൾമോസ്റ്റ് 100 to 1000 ലിറ്റേഴ്സ് ഓഫ് കൾച്ചറിനെ നമുക്ക് എന്താ ഒറ്റയടിക്ക് തന്നെ പ്രോസസ് ചെയ്യാൻ പറ്റും. ആൻഡ് അതിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ എൻസൈംസിനെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോർമോൺസിനെയോ അതുപോലെ എന്തെങ്കിലും ആസിഡ്സിനെയൊക്കെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ബയോ റിയാക്ടേഴ്സ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ അവിടെ എന്താ ചെയ്യുന്നത്? ബയോ റിയാക്ടേഴ്സിനകത്ത് റോ മെറ്റീരിയൽസും അതുപോലെ തന്നെ അതിന്റെ എൻസൈം ഫോം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് അതിന് ഓപ്റ്റിമൽ ആയിട്ടുള്ള അതിന്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ, pH, അതുപോലെ അതിന് ആവശ്യമായിട്ടുള്ള സബ്സ്ട്രേറ്റ് എന്ന് വെച്ചാൽ എൻസൈംസ് സബ്സ്ട്രേറ്റിന് മാറ്റം വരുത്തിയിട്ടാണ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത്. കഴിഞ്ഞോളം പഠിക്കാനുണ്ടായിരുന്നു എൻസൈം സബ്സ്ട്രേറ്റിന്റെ കാര്യങ്ങളൊക്കെ. അപ്പം എൻസൈംസ് സബ്സ്ട്രേറ്റ്സിൽ ആക്ട് ചെയ്തിട്ടാണ് എന്തായിട്ട് മാറുന്നത്? പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത്. സോ അതിനുള്ള കാര്യങ്ങളും ആൻഡ് ആവശ്യമായിട്ടുള്ള ഇപ്പൊ ഓക്സിജന്റെ പ്രസൻസിൽ നടക്കേണ്ട ഒരു പ്രോസസ് ആണെങ്കിൽ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബയോ റിയാക്ടേഴ്സ് വെച്ച് പ്രൊവൈഡ് ചെയ്ത് കഴിയുന്ന സമയത്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ള റിസൾട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് കിട്ടുന്നത്. പിന്നെ ബയോ റിയാക്ടേഴ്സ് 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോ റിയാക്ടറും സ്പാർക്ഡ് സ്റ്റിർഡ് ബയോ റിയാക്ടറും. അതില് കോമൺ ഏതാ? കോമൺ എന്ന് പറയുന്നത് ഈ 2 ബയോ റിയാക്ടേഴ്സ് ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ആദ്യത്തെ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് എന്താ? സിമ്പിൾ സ്റ്റിർഡ് ബയോ റിയാക്ടർ. ആൻഡ് ഇത് നോക്കിയാൽ നമുക്കറിയാം ഒരു സിലിണ്ടറിക്കൽ അല്ലെങ്കിൽ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഒരു സർഫസ് ഉണ്ട് ആൻഡ് സർഫസ് ഉള്ള ഒരു വെസൽ ഉണ്ട്. പിന്നെ അതിനകത്തൊരു സ്റ്റിറർ കാണാൻ പറ്റും അല്ലെ? നടുക്കുകൂടിയുള്ളൊരു ബ്ലേഡ് ഉള്ളൊരു സ്റ്റിറർ ഉണ്ട്. പിന്നെ അതിന്റെ അകത്തുള്ള ലിക്വിഡ് പാർട്ടാണ് നമ്മുടെ കൾച്ചേർഡ് ഗ്രോത്ത്. അതായത് നമ്മുടെ മൈക്രോ ഓർഗാനിസം ഒക്കെയുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള മിക്സ്ചർ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താണ് കൾച്ചർ ഗ്രോത്ത്. പിന്നെ എന്ത് ചെയ്യും? അതിന്റെ ഓരോ പ്രഷർ മോണിറ്റർ ചെയ്യാനുള്ളതുണ്ട്, മോട്ടർ ഉണ്ട്, പിന്നെ ആസിഡ് ബേസ് റെഗുലേഷന് വേണ്ടിയിട്ടുള്ള മെഷീനറീസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടാവും. സോ ഇതെങ്ങനെയാ? കണ്ടിന്യൂസ്ലി സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എയർ അതിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എയർ ബബിൾസ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ടാവും. സോ ഇതാണ് സ്റ്റിർഡ് ടാങ്ക് റിയാക്ടേഴ്സ്. പിന്നെ ഈ സ്പാർക്ഡ് സ്റ്റിർഡ് ടാങ്കിനെ കുറിച്ച് നമുക്ക് അത്ര പഠിക്കാനില്ല കേട്ടോ. സോ ഇതിനകത്ത് ആകെ പറഞ്ഞിട്ടുള്ളത് സ്റ്റിർഡ് ടാങ്ക് റിയാക്ടേഴ്സിന്റെ കാര്യം. ഓക്കെ ആണോ അത്? സോ അടുത്തതായിട്ടുള്ളതാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സസ്. സോ ബയോസിന്തറ്റിക് സ്റ്റേജ് കഴിഞ്ഞ് എന്ത് ചെയ്യണം? നമുക്കതിനെ അതിൽ നിന്ന് കിട്ടുന്നതിന് നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് കുറച്ച് പ്രോസസ് ഒക്കെ നടത്തി അതിനെ ഒരു പ്യൂരിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫിനിഷ്ഡ് ഫോം ആക്കിയാൽ മാത്രമേ നമുക്കതിനെ എന്താ ചെയ്യാൻ പറ്റൂ? മാർക്കറ്റ് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ അതിനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ഈ ഡൗൺ സ്ട്രീം പ്രോസസ്സിൽ എന്തൊക്കെയുണ്ട്? അതിനകത്ത് ഈ ഇൻസോളബിൾ ആയിട്ടുള്ള, അതായത് അതിനകത്ത് ഫിൽറ്ററേഷനോ സെൻട്രിഫിക്കേഷനോ സെഡിമെന്റേഷനോ വഴിയൊക്കെ നമ്മൾ അതിൽ നിന്നുള്ള ഫിസിക്കൽ ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യണം. സോ നമ്മൾ കിട്ടുന്ന പ്രോഡക്റ്റിന് അതിനകത്ത് ഒത്തിരി ഇംപ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാവും. സോ ആദ്യം നമ്മൾ അതിനെയൊക്കെ റിമൂവ് ചെയ്ത് മാറ്റണം. അത് കഴിഞ്ഞിട്ട് പ്രോഡക്റ്റ് ഐസൊലേഷൻ. ഈ കിട്ടിയിരിക്കുന്ന ഫുഡ് നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ അതിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ആയിരിക്കില്ല. സോ അതിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രോഡക്റ്റിനെ ഐസൊലേറ്റ് ചെയ്ത് പ്രോഡക്റ്റിനെ മാത്രം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് അത് കഴിഞ്ഞ് പിന്നെ തേർഡ് സ്റ്റെപ്പാണ് പ്രോഡക്റ്റ് പ്യൂരിഫിക്കേഷൻ. സോ ആദ്യം വേസ്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്തു, പിന്നെ പ്രോഡക്റ്റിനെ മാത്രമായിട്ട് എടുത്ത് നമ്മൾ അതിനെ ഐസൊലേറ്റ് ചെയ്തെടുത്തു. അടുത്തതാണ് എന്താ?
പ്രോഡക്റ്റ് പ്യൂരിഫിക്കേഷൻ, എടുത്ത എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ഒരു മെറ്റീരിയലിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്യണം. പ്യൂരിഫിക്കേഷൻ എന്താ ക്രൊമാറ്റോഗ്രഫിയോ ക്രിസ്റ്റലൈസേഷനോ അങ്ങനെ കുറെ പ്രോസസ് ഉണ്ട്. കെമിക്കൽ പ്രോസസ് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോസസ്സിനെ വെച്ചും നമുക്ക് അതിനകത്തുള്ള പ്യൂരിഫിക്കേഷൻ നടത്താം. പിന്നെ പ്യൂരിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് അതിന് ആവശ്യമുള്ള രീതിയിൽ പാക്ക് ചെയ്ത് മാർക്കറ്റ് ചെയ്ത് പ്രോഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതാണ് ഡൗൺ സ്ട്രീം പ്രോസസ്. അതിന് മുമ്പ് എന്ത് ചെയ്യണം? ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിംഗ്. സോ ഇപ്പം എന്തെങ്കിലും മരുന്നൊക്കെയാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇപ്പൊ സിന്തറ്റിക് ആയിട്ട് ഇൻസുലിനും അതുപോലുള്ള മരുന്നുകളൊക്കെ ഹോർമോൺസും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനെ ബയോടെക്നോളജി യൂസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യണം? അത് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് ചെയ്യണം. കാരണം ആ കിട്ടിയിരിക്കുന്നത് നമ്മളൊരു എന്താ ഒരു മനുഷ്യനിലേക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിയിലേക്കോ ഒക്കെ അത് യൂസ് ചെയ്യുന്ന സമയത്ത് അത് എല്ലാ ടെസ്റ്റും പാസ്സായി അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണെങ്കിൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഈ മെഡിസിൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ് ക്ലിനിക്കൽ ട്രയൽസ്, അതായത് അവർ ഓരോ സ്റ്റേജിലും അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് അത് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ടോ, അത് കറക്റ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ, അതോ അതിന് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ നമ്മൾ വിചാരിക്കാത്ത, അതായത് നമ്മളിപ്പം എന്താ ചെയ്തത്, നമുക്ക് ആവശ്യമുള്ള ഒരു ഫണ്ട്സിന് വേണ്ടി മാറ്റിയതാ, പക്ഷെ എങ്ങാനും ഇൻ കേസ് എന്തെങ്കിലും ചേഞ്ച് അതിന് വന്നിട്ടുണ്ടോ, നമുക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാര്യം അത് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ട്രയൽസ് ഒക്കെ നടത്തുന്നത്. ആൻഡ് ഓൾസോ ഈ മെഡിസിൻസ് ഒക്കെ എന്തായിരിക്കും, മെഡിസിൻസ് മാത്രമല്ല നമുക്ക് കിട്ടുന്ന ആ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ചിലപ്പോൾ എന്താ പ്രിസർവേറ്റീവ്സ് ഒക്കെ യൂസ് ചെയ്തായിരിക്കും അതിനെ കുറച്ച് നാളത്തേക്കും കൂടി ഷെൽഫ് ലൈഫ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നത്. സോ അതൊക്കെ ആഡ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നതിനെയാണ് ഡൗൺ സ്ട്രീം പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ ഇത്രയും? സോ നമ്മള് റീകോംബിനന്റ് DNA ടെക്നോളജിയിൽ എന്തൊക്കെയാ ചെയ്തത്? ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ, അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള ജനറ്റിക് മെറ്റീരിയലിനെ ഐസൊലേറ്റ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് കട്ടിംഗ് ഓഫ് DNA, റെസ്ട്രിക്ഷൻ ആൻഡ് റെസിസ്റ്റൻസ് യൂസ് ചെയ്ത് അതിനെ കട്ട് ചെയ്തു. പിന്നെ എക്സ്ട്രാക്ട് ചെയ്തു ആവശ്യമുള്ള ജീൻസിനെ, എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്തു? അതിനെ റീകോംബിനന്റ് DNA ആയിട്ട് മാറ്റി, അല്ലെ? റീകോംബിനന്റ് DNA ആയിട്ട് ഫോം ചെയ്തു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ആംപ്ലിഫൈ ചെയ്തു. PCR യൂസ് ചെയ്ത് നമ്മൾ അതിന്റെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്തു. പിന്നെ ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമുക്ക് ആവശ്യമായിട്ടുള്ള ഹോസ്റ്റ് സെല്ലിനുള്ളിലേക്ക് ആ ഒരു റീകോംബിനന്റ് DNA ഇൻസേർട്ട് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടാവുന്നുണ്ടോ എന്നൊക്കെ നോക്കി. പിന്നെ അവസാനത്തെ എന്താ, നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. എന്ത് ചെയ്തു? ബയോറിയാക്ടേഴ്സ് വഴിയും അത് കഴിഞ്ഞ് ഡൗൺ സ്ട്രീം പ്രോസസ് വഴിയൊക്കെ നമ്മൾ അതിൽ നിന്ന് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റിനെ എക്സ്ട്രാക്ട് ചെയ്തു. സോ ഇത്രയാണ് നമുക്ക് ബയോടെക്നോളജിയിൽ പറയാനുണ്ടായിരുന്നത്. ഓക്കെ ആണോ ഇത്? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ചേച്ചി ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് വെച്ചാൽ എന്നായിരുന്നു? ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ നമ്മള് എന്തോ ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ നമ്മൾ ഈ ബാക്ടീരിയക്കകത്തേക്ക് നമ്മൾ പറഞ്ഞു റീകോംബിനന്റ് ആയിട്ടുള്ളതും ഉണ്ടാവാം, അത് കഴിഞ്ഞ് എന്താ ട്രാൻസ്ഫോർമേഷൻ നടന്ന് നമ്മുടെ ആവശ്യമുള്ള രീതിയിൽ മാറിയതും ഉണ്ടാവാം, നോൺ ട്രാൻസ്ഫോർമേഷൻ അതായത് ട്രാൻസ്ഫോർമേഷൻ നടക്കാത്തതും ഉണ്ടായിരിക്കാം ആ ഒരു മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ആ ഹോസ്റ്റ് സെല്ല്. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് അതിനെ കണ്ടുപിടിക്കണം, നമുക്ക് ആവശ്യമുള്ളത് ഏതാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തെടുക്കണം. സോ അതിനു വേണ്ടി ചെയ്യുന്നതാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. അവിടെ എന്താ ചെയ്യുന്നത്? നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ജീനിനെ അത് ഫങ്ഷണൽ ആവണ്ടാവും. സോ നമ്മുടെ സെലക്ടബിൾ മാർക്കറിന്റെ കാര്യം പറഞ്ഞില്ലേ, അതിനെന്ത് സംഭവിക്കും? അതിന് ഇനാക്റ്റീവ് ആയിട്ടുള്ള കണ്ടീഷനിലായിരിക്കും അത് നിൽക്കുന്നത്. സോ ഇങ്ങനെ ഇനാക്റ്റീവ് ആയിട്ടുള്ള ഇതിനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു ബ്ലൂ മീഡിയത്തിൽ ബ്ലൂ വൈറ്റ് മാർക്കർ ടെക്നിക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ബ്ലൂ വൈറ്റ് സ്ക്രീനിങ്ങിന്റെ കാര്യം മറ്റേ UV റേസിനകത്ത് വെക്കുന്നതാണോ? UV റേസിനകത്ത് വയ്ക്കുന്നത് അല്ല, മറ്റേ ഒരു ബീറ്റ ഗ്യാലക്സി. ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ. സോ നമുക്ക് ഈ ഒരു ജീനുണ്ട്. സോ ആ ജീനിന് ഇപ്പൊ രണ്ട് ഓർഗാനിസം നമ്മൾ എടുത്ത് ഒരെണ്ണത്തിന് എന്ത് പറ്റും? ഒരെണ്ണത്തിന് ചേഞ്ച് സംഭവിച്ചു, പുതുതായിട്ട് മാറിയിട്ടുണ്ടാവും. ഒരെണ്ണത്തിന് എന്താ ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടില്ല, അത് പഴയ പോലെ തന്നെയാട്ടോ ഈ ഹോസ്റ്റ് സെല്ല് നിൽക്കുന്നത്. അപ്പോ ഈ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് അതിനകത്ത് ഫോറിൻ DNA അല്ലെങ്കിൽ ഫോറിൻ ജീൻ അകത്തേക്ക് കയറിയ ആളാണെങ്കിൽ അതിന് എന്ത് പറ്റില്ല? ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതേസമയം നോൺ റീകോംബിനന്റ്
നോൺ റീകോമിനന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിലോ അതിന് ബീറ്റ ഗാലക്ടോസിഡേസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് അത് ഫോം ചെയ്യുന്ന ഏതായിരിക്കും? ബ്ലൂ കോളനീസ്. നമ്മളിവിടെ ഒരു ക്രോമോജനിക് സബ്സ്റ്റൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലേ. സോ ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് വെച്ചാൽ ഇൻസേർട്ട് ആയിട്ടുള്ള, അതായത് പുറത്തുനിന്ന് വന്ന ജീൻ ഇൻസേർട്ട് ആയിട്ടുള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കളർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് അത് ഇനാക്റ്റീവ് ആയിരിക്കും. സോ ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് വെച്ചാൽ അതിനകത്ത് ഏതിനകത്താണോ അതിനകത്ത് ഇൻസേർഷൻ നടന്നത് അത് ഇനാക്റ്റീവ് കണ്ടീഷനിലായിരിക്കും കാണാം. സോ ഇവിടെ പുതുതായിട്ട് റീകോമ്പിനേഷൻ നടന്നതിന് ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത് ഏത് കളറിലായിരിക്കും കാണുന്നത്? വൈറ്റ് കളറിലായിരിക്കും കാണുന്നത്. അതേസമയം ഈ റീകോമ്പിനേഷൻ നടക്കാത്തത് അല്ലെങ്കിൽ നോൺ റീകോമിനന്റ് ആയിട്ടുള്ള ആൾ എന്താ സംഭവിക്കുന്നത്? അതിന് ഒരു പ്രശ്നമില്ല, പഴയ പോലെ തന്നെ ഫംഗ്ഷൻ ചെയ്യും. സോ അതുകൊണ്ട് അത് ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് അത് എന്തായിട്ടായിരിക്കും കാണുന്നത്? ബ്ലൂ കോളനീസ് ആയിട്ടായിരിക്കും കാണുന്നത്. സോ ഇതിനെ പറയുന്നത് ഒരു ബ്ലൂ വൈറ്റ് സ്ക്രീനിങ് എന്നൊക്കെ പറയും കേട്ടോ, ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. അപ്പൊ എൻസൈമിന്റെ പേര് ഓർക്കുക, ബീറ്റ ഗാലക്ടോസിഡേസ്. പിന്നെ ക്രോമോജനിക് സബ്സ്റ്റൻസ് അതിന്റെ പ്രസൻസിലായിരിക്കും കളർ ഫോം ചെയ്യുന്നത്. അപ്പോ ഇതിനകത്ത് പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് PCR പിന്നെ ജെൽ ഇലക്ട്രോഫോറസിസും ഇമ്പോർട്ടന്റ് ആണ്. ജെൽ ഇലക്ട്രോഫോറസിസിൽ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെയിൻ അല്ലെങ്കിൽ അതിന് വിസിബിൾ ആക്കാൻ യൂസ് ചെയ്യുന്ന ഡൈ ഏതായിരുന്നു? ഒരു ഓറഞ്ച് കളർ വരുന്ന സാധനമാണെന്ന് കറക്റ്റ് പേര് പറഞ്ഞു. ഓറഞ്ച് കളറിലായിരിക്കും കാണുന്നത്. എന്ത് യൂസ് ചെയ്ത് കഴിയുമ്പോഴാ? എത്തീഡിയം ബ്രോമൈഡ് അല്ലെങ്കിൽ ETBR എന്ന് പറയുന്ന എത്തീഡിയം ബ്രോമൈഡ് എന്ന് പറയുന്ന ഒരു സ്റ്റെയിൻ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിന് എന്ത് ചെയ്യണം? UV ലൈറ്റില് വെക്കണം. UV ലൈറ്റിന്റെ പ്രസൻസിൽ അന്നേരം നമുക്ക് DNA എങ്ങനെ കാണാൻ പറ്റും? ബ്രൈറ്റ്ലി കളേർഡ് ഓറഞ്ച് കളേർഡ് ബാൻഡ് ആയിട്ടായിരിക്കും കാണാൻ പറ്റുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഏത് ഡൈ യൂസ് ചെയ്താണ് ജെൽ ഇലക്ട്രോഫോറസിസിൽ DNA വിസിബിൾ ആക്കുന്നത്? എത്തീഡിയം ബ്രോമൈഡ് യൂസ് ചെയ്ത് UV ലൈറ്റിന്റെ പ്രസൻസിലാണ് ഓറഞ്ച് കളേർഡ് ബാൻഡ്സ് ആയിട്ട് കാണുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ഇതിൽ നിന്ന്? ചേച്ചി ഈക്കോളയും ഈക്കോ ആർവണും ഒന്നാണോ അതോ രണ്ടല്ലേ? ഈക്കോളൈ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ. ആൻഡ് എക്കോ ആർവൺ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? എന്തായിരുന്നു എക്കോ ആർവൺ? എക്കോ ആർവൺ ഒരു പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ അല്ലേ? DNA പ്രോട്ടീൻ അല്ല, ഒരു റെസ്ട്രിക്ഷൻ എൻസൈം ആണ് ഈക്കോ ആർവൺ. നമ്മളിവിടെ പേരിടുന്ന കാര്യമൊക്കെ പറഞ്ഞു. അത് ഉണ്ടാവുന്നത് ഈക്കോളൈ എക്സ്റ്റേറിഷ്യ കോളൈ എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന റെസ്ട്രിക്ഷൻ എൻസൈം, അതിന്റെ പേരാണ് ഈക്കോ ആർഐ. അപ്പൊ അതും ഈക്കോളൈ തമ്മിൽ റിലേഷൻ വല്ലതും ഉണ്ടോ? ഉണ്ട്. ഈക്കോളൈ എന്ന് പറയുന്ന ബാക്ടീരിയ സ്പീഷീസ് എന്ന് പറയുന്നത് എന്താ? ഒരു ടൈപ്പ് ഓഫ് ബാക്ടീരിയ അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു തെർമസ് അക്വാറ്റിക്കസിൽ നിന്നാണ് ടാക് പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ എക്സ്റ്റേർഷ്യ കോളൈ അല്ലെങ്കിൽ ഈക്കോളൈ എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നാണ് നമുക്ക് ഈക്കോ ആർവൺ എന്ന് പറയുന്ന ഒരു എൻസൈം, അതായത് ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിനെ കിട്ടുന്നത്. ഈ പേര് വരുന്നത് എങ്ങനെയാ? നമ്മൾ ആദ്യം എടുക്കേണ്ടത് നമുക്ക് ഏത് ഓർഗാനിസം ഏത് സ്ട്രെയിനിൽ നിന്നാണ് നമുക്ക് കിട്ടിയത് അതിന്റെ ഫസ്റ്റ് ജീനസ് നെയിമിൽ നിന്നുള്ള ലെറ്റേഴ്സ് വേണം. ജീനസ് നെയിമിൽ നിന്നുള്ള ഫസ്റ്റ് ലെറ്റർ വേണം. അതാണ് എക്സ്റ്റേറേഷ്യയിലെ ഇ. പിന്നെ ജീനസ് നെയിം നിന്ന് ഫസ്റ്റ് ലെറ്റർ, സ്പീഷ്യസ് നെയിമിൽ നിന്നോ 2 ലെറ്റേഴ്സ്, ആദ്യത്തെ 2 ലെറ്റേഴ്സ് CO എന്ന് പറഞ്ഞ 2 ലെറ്റേഴ്സ് വേണം. അതാണ് ഈക്കോ. പിന്നെ R1 എന്ന് പറയുന്നത് അതിന്റെ സ്ട്രെയിനിന്റെ നമ്പർ നെയിം, സ്ട്രെയിൻ. അതായത് ഓരോ മൾട്ടിപ്പിൾ സ്ട്രെയിൻസ് നമ്മൾ ഉണ്ടാക്കുക, അതിന് ഓരോ കോഡ് നെയിം കൊടുക്കും അല്ലെ. അതിൽ നിന്ന് ആദ്യത്തെ ലെറ്റർ എടുക്കണം. R എന്ന് പറയുന്നതാണ് ഇങ്ങനത്തെ ഫസ്റ്റ് ലെറ്റർ. പിന്നെ ഈ അവസാനത്തെ I അല്ല, അത് റോമൻ ന്യൂമറലിലെ 1 ആട്ടോ. സോ അതെന്ന് വെച്ചാല് ഏത് ഓർഡറിലാണ് ഇത് ഐസൊലേറ്റ് ചെയ്തത്, അതായത് ഈ സ്ട്രെയിനിൽ നിന്ന് ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തതാണോ സെക്കൻഡ്ലി ഐസൊലേറ്റ് ചെയ്തതാണോ അങ്ങനെയുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ അവസാനമായിട്ടൊരു I എന്ന് കൊടുക്കുന്നത്. അത് റോമൻ ന്യൂമറൽ ആണ്. ആൻഡ് അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഓർഡർ ഇൻ വിച്ച് ദ എൻസൈം വാസ് ഐസൊലേറ്റഡ്. ഈ ഒരു ബാക്ടീരിയയിൽ നിന്ന് ഏത് ഓർഡറിലാണ് അതിനെ ഐസൊലേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവസാനമായിട്ടൊരു റോമൻ ന്യൂമറലും കൂടി കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണോ അത്? ഓക്കെ.
പിന്നെ ആദ്യമായിട്ട് കണ്ടുപിടിച്ച റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് അത് ഹിൻഡ് 2 ആട്ടോ. അതും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് ഓർത്തേക്കണേ. ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് ടു ബി ഡിസ്കവേർഡ്, ഹിൻഡ് 2. അതിൽ ആ ഹിൻഡ് 2ന്റെ ഫുൾ ഫോം വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയിൽ നിന്നാണ് ആ ഒരു എൻസൈം നമുക്ക് കിട്ടുന്നത്. സോ അതിനകത്ത് ഹീമോഫിലസിന്റെ എച്ച് ഉണ്ട്, ഇൻഫ്ലുവൻസയുടെ IN, സ്പീഷ്യസിന്റെ എന്താ 2 ലെറ്റർ വേണം അല്ലെ. സോ ഇൻഫ്ലുവൻസയുടെ IN ഉണ്ട്. പിന്നെ D എന്ന് പറയുന്നത് അതിന്റെ സ്ട്രെയിൻ, ആൻഡ് 2 എന്താ, 2 എന്ന് പറയുന്നത് അതിന്റെ ഓർഡർ ഓഫ് ഐസൊലേഷൻ, ഏത് ഓർഡറിലാണ് അത് ഐസൊലേറ്റ് ചെയ്തതെന്നാണ് അതിന്റെ 2 എന്ന് പറയുന്ന ആ ഒരു നമ്പർ റോമൻ ന്യൂമറൽ ഇൻഡിക്കേറ്റ് ചെയ്യും. സോ ഹീമോഫിലസ് ഇൻഫ്ലുവൻസി ഡിയിൽ നിന്ന് സെക്കൻഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, സെക്കൻഡ് ആയിട്ട് ഡിറൈവ് ചെയ്തെടുത്ത എൻസൈം ആണ് ഹിൻഡ് 2. ഇനിയിപ്പം എക്സാമിന് വേണ്ടിയിട്ട് എന്തെങ്കിലും റിവിഷൻ നോക്കണോ ഏതെങ്കിലും ചാപ്റ്റേഴ്സിന്റെ? അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ പ്രീവിയസ് ഇയർ വല്ലതും നോക്കാം. എന്താ വേണ്ടത്? ഇതിന്റെ പ്രീവിയസ് ഇയർ നോക്കാം. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ എന്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് എടുത്തോട്ടെ. കാണാവോ? ഇത് മിക്സ് ആയിട്ടുള്ള PDF ആയതുകൊണ്ടേ ചിലപ്പോ വേറെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസും കൂടെ കാണും കേട്ടോ. ഓക്കെ, ഈക്കോ R1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ ഫങ്ഷൻ ഏതൊക്കെയാന്ന് അവർ ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് അവർ ചോദിച്ചിട്ടുണ്ട്. ഏതായിരിക്കും? കട്ട് ദ DNA വിത്ത് ബ്ലണ്ട് എൻഡ്സ്, cut the DNA with a sticky end, recognize a specific palindromic sequence, cut the DNA between the bases G and A where when encounters the DNA sequence GAATTC exonuclease. ബ്ലണ്ട് എൻഡ് ആണോ അത് കട്ട് ചെയ്യുന്നത്? സ്റ്റിക്കി എൻഡ് അല്ലേ? നമ്മൾ പറഞ്ഞായിരുന്നു റെസ്ട്രിക്ഷൻ എൻസൈംസ് സ്റ്റിക്കി എൻഡിലായിരിക്കും കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർക്ക് എന്തിനുള്ള കഴിവുണ്ട്? പാലിൻഡ്രോമിക് സീക്വൻസിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള കഴിവുള്ള കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ ഈ GAATTC അത് ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കേട്ടോ. പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസിനെ അവര് റെക്കഗ്നൈസ് ചെയ്യും. പിന്നെ GAATTCയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ അവര് ഫോം ചെയ്യുന്നത് എന്താ? സ്റ്റിക്കി എൻഡ്സ് ആയിരിക്കും ഫോം ചെയ്യുക. സോ നമ്മുടെ ഓപ്ഷൻ ഏതായിരിക്കും? A അല്ലാത്ത എല്ലാം ശരിയാ. BCD ആണ് ആൻസർ ആയിട്ട് വരും. ഓക്കെ ആണോ അത്? ഇവിടെ ഈക്കോ R1 എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് എന്താ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന്റെ ഫങ്ഷൻ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇതിനകത്ത് ഏതൊക്കെ പ്രോസസ് ആണ് PCR ഇൻവോൾവ് ആയിട്ടുള്ളത്? അതിന് എന്ത് ചെയ്യണം? അതിനെ ഓർഡർ അനുസരിച്ച് സീക്വൻസ് അനുസരിച്ച് അറേഞ്ച് ചെയ്യണം. ഏതൊക്കെയായിരിക്കും? ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാ? ഡീനാച്ചുറേഷൻ. PCRലെ ഡീനാച്ചുറേഷൻ നടത്തണം. ആൻഡ് സെക്കൻഡ് വണ്ണോ? അനിലിൻ.
അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും? ട്രീറ്റിംഗ് നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണമായിരുന്നല്ലോ? വിത്ത് പോളിമറേസ് ആൻഡ് ഡിയോക്സിനുക്ലിയോടൈഡ്. ട്രീറ്റ്മെന്റ് വിത്ത് ടാക് പോളിമറേസ് ആൻഡ് ഡിയോക്സിനുക്ലിയോടൈഡ്സ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് എക്സ്റ്റൻഷൻ എക്സ്റ്റൻഷൻ നടക്കും. ആൻഡ് അത് കഴിഞ്ഞ് ഫൈനലി ആംപ്ലിഫിക്കേഷൻ നടക്കും അല്ലേ? സോ ഓപ്ഷൻ എ, CADEB. ആംപ്ലിഫിക്കേഷൻ ആദ്യം ആംപ്ലിഫിക്കേഷൻ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ആട്ടോ. നമ്മൾ ആ പിക്ചറിൽ അവർ കൊടുത്തിട്ടില്ലായിരുന്നു? അതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റെപ്പായിട്ട് പഠിക്കുമ്പോൾ 3 എണ്ണേ ഉള്ളൂ, അവർ എക്സ്ട്രാ 2 എണ്ണം കൊടുത്തിട്ടുണ്ടേ. സോ ഡീനാച്ചുറേഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് അനീലിംഗ് നടക്കും, ആൻഡ് അത് കഴിഞ്ഞ് എക്സ്റ്റൻഷന് മുമ്പ് എന്താ ഉള്ളത്? ആദ്യം കൊടുത്താലല്ലേ എക്സ്റ്റൻഷൻ നടക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ആംപ്ലിഫിക്കേഷൻ. ഒരു 30 സൈക്കിൾസോളം കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴാണ് ആംപ്ലിഫിക്കേഷൻ നടക്കും. ഓൾമോസ്റ്റ് 1 ബില്യൺ ടൈംസ് അത് ചെയ്തിട്ടുണ്ടാകും, കോപ്പീസ് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ ആംപ്ലിഫിക്കേഷൻ ഏറ്റവും ലാസ്റ്റ് ഘട്ടമാണ്. ഓക്കെ ആണത്. പിന്നെ നമ്മൾ ടൈപ്പ് പ്ലാസ്മിഡിന്റെ കാര്യം പറഞ്ഞായിരുന്നു. എവിടെയായിരുന്നു? വെക്ടേഴ്സ്, പ്ലാന്റിലും ആനിമൽസിലുള്ള വെക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ടൈപ്പ് പ്ലാസ്മിഡിന്റെ കാര്യം പറഞ്ഞു. സോ ടൈപ്പ് പ്ലാസ്മിഡ് ഓഫ് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻ സ്റ്റാൻഡ് ഫോർ. അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. എന്തായിരുന്നു? ഫസ്റ്റ് ലെറ്റർ ഇവര് 3 ഓപ്ഷൻ തന്നിട്ടോ. T ഒന്നല്ലെങ്കിൽ ട്യൂമർ ആയിരിക്കാം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ആയിരിക്കാം. I എന്താ? ഇൻഹിബിറ്റിംഗ് ആണോ, ഇൻഡിപെൻഡന്റ് ആണോ, ഇൻഡ്യൂസിങ് ആണോ, ഏതായിരിക്കും? ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ് എന്നാണ് ടൈപ്പ് പ്ലാസ്മിഡിന്റെ ഫുൾ ഫോം. ആൻഡ് അതെന്താ ചെയ്യുന്നത്? പ്ലാന്റ്സിലെ പാത്തോജൻസിനെ കോസ് ചെയ്യാറുണ്ട്. പക്ഷെ അവർ എന്ത് ചെയ്തു? നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി അതിൽ നിന്നുള്ള പാത്തോജനിക് ക്യാരക്ടറിനെ എടുത്തു മാറ്റി. അപ്പൊ പിന്നെ എന്ത് പറ്റും? ഇത് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസിന്റെ ടൈപ്പ് പ്ലാസ്മിഡ് ഇപ്പൊ എന്ത് ചെയ്യുന്നുള്ളൂ? അതിനകത്തേക്ക് പുതിയൊരു ജീനിനെ അല്ലെങ്കിൽ ഒരു ഹോസ്റ്റിനകത്തേക്ക് നമ്മുടെ റീകോമിനന്റ് DNA ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ടൈപ്പ് പ്ലാസ്മിഡിനെ യൂസ് ചെയ്യുന്നത്. അതിന്റെ ഫുൾ ഫോം ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ് എന്നായിരുന്നു. പിന്നെ thermostable DNA polymerase used in PCR was isolated from. ഏത് ഓർഗാനിസത്തിൽ നിന്നാണ് തെർമോസ്റ്റേബിൾ DNA പോളിമറൈസ് PCR യൂസ് ചെയ്യുന്നത് സെപ്പറേറ്റ് ചെയ്തെടുത്തത്? തെർമസ് അക്വാറ്റിക്കസ്. ഓക്കെ, PCR യൂസ് തെർമസ് അക്വാറ്റിക്കസ്, കറക്റ്റ്. അപ്പൊ PCR യൂസ് ചെയ്യുന്ന DNA പോളിമറൈസിന്റെ പേരെന്തായിരുന്നു? ടാക് പോളിമറൈസ്. യെസ്, ടാക് പോളിമറൈസ് എന്നായിരുന്നു അതിന്റെ പേര്. ആൻഡ് അത് ഐസൊലേറ്റ് ചെയ്തത് തെർമസ് അക്വാറ്റിക്കസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയിൽ നിന്നാണ്. ഇത് വേറെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആട്ടോ. മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, റീകോമിനന്റ് DNA പ്യൂരിഫൈ ചെയ്യുന്ന സമയത്ത് ചിൽഡ് എത്തനോൾ നമ്മൾ ആഡ് ചെയ്യില്ലായിരുന്നോ? അതെന്തിനായിരുന്നു? DNA പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനാണോ RNA, ഹിസ്റ്റോൺസ്, പോളിസാക്കറൈഡ്സ് എന്തിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിൽഡ് എത്തനോൾ യൂസ് ചെയ്യുന്നത്? DNA അല്ലേ? കറക്റ്റ്, DNA പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചിൽഡ് എത്തനോൾ യൂസ് ചെയ്യുന്നത്. അത് എവിടെയാണ് നമ്മൾ പറഞ്ഞത്? ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയലിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു. സോ നമ്മൾ ആദ്യം ആ DNA മോളിക്യൂൾസ് അതിനെ കിട്ടാൻ വേണ്ടിയിട്ട് ബാക്ടീരിയ സെൽസ് അല്ലെങ്കിൽ അതിന്റെ ആനിമൽ ടിഷ്യൂസിനൊക്കെ എന്ത് ചെയ്യും? എൻസൈംസ് യൂസ് ചെയ്ത്, ലൈസോസൈമും സെല്ലേസും കൈറ്റിനേസും എന്നൊക്കെ പറയുന്ന എൻസൈംസ് യൂസ് ചെയ്ത് അതിനെ ട്രീറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കും? ഈ സെല്ല് ബ്രേക്ക് ചെയ്ത് DNA റിലീസ് ആവും. അതിനോടൊപ്പം തന്നെ DNA മാത്രമാണോ ഉള്ളത്? അല്ല, അതിന്റെ കൂടെ RNAയും പ്രോട്ടീൻസും പോളിസാക്കറൈഡ്സും ഒക്കെ കാണും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്? അതില് DNA കാണുന്നത് ഹിസ്റ്റോൺസ് പറയുന്ന പ്രോട്ടീൻസുമായിട്ട് ഇന്റർവൈൻഡ്, അതായത് ഹിസ്റ്റോൺസിന്റെ ചുറ്റും
ഹിസ്റ്റോൺസ് എന്ന് പറയുന്ന പ്രോട്ടീനിന് ചുറ്റും ചുറ്റിക്കിടക്കുന്ന രീതിയിലാണ് നമ്മൾ എന്ത് കാണുന്നത്, DNA കാണുന്നത്. സോ ആ DNA മാത്രം സെപ്പറേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോട്ടിയേസ് എന്ന് പറയുന്ന എൻസൈം യൂസ് ചെയ്ത് അവിടെ ട്രീറ്റ് ചെയ്യും. സോ പ്രോട്ടീൻസിനെ റിമൂവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഹിസ്റ്റോൺസിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ടുള്ള DNA കിട്ടും. പിന്നെ RNA റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് റൈബോ ന്യൂക്ലിയേസ് എന്ന് പറയുന്ന എൻസൈം. പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ്ലി എന്താ ചെയ്യുന്നത്, പ്യൂരിഫൈഡ് DNA കിട്ടാൻ വേണ്ടിയിട്ട് ചിൽഡ് എഥനോൾ യൂസ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന വെച്ചാൽ താഴെ അടിഞ്ഞു കൂടും. സോ അങ്ങനെ കിട്ടുന്ന DNA നമുക്ക് ഫൈൻ ത്രെഡ്സ് ആയിട്ട് കളക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതായിരുന്നു ഐസൊലേഷൻ ഓഫ് DNA. സോ DNA പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ ആണ് ചിൽഡ് എഥനോൾ. അപ്പൊ ഈ ലൈസോസോം ഒക്കെ അത് ഈ ബാക്ടീരിയ ആണെങ്കിൽ മാത്രം അങ്ങനെ യൂസ് ചെയ്യത്തുള്ളൂ, എന്താ അങ്ങനെ? നമ്മളിപ്പോ ഒരു DNA ഇടേണ്ട ഒരു ടിഷ്യൂ എന്നായിരിക്കും നമ്മളത് എടുക്കുന്നത്. ഇപ്പൊ നമുക്ക് സാമ്പിൾ ആയിട്ട് കിട്ടുന്ന ഒരു ടിഷ്യൂ ആയിരിക്കും. അപ്പൊ അതിൽ നിന്നുള്ള DNA നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യണം. അപ്പൊ അത് സെൽവാളൊക്കെ നമുക്കറിയാം എവിടെയാ DNA കാണുന്നത്, സെല്ലിന്റെ അകത്ത് ന്യൂക്ലിയസിന്റെ അകത്താണ് നമുക്ക് DNA കാണാൻ പറ്റും. അപ്പൊ നമ്മൾ അത് എടുക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, സെല്ലിന്റെ വാൾസ് ഒക്കെ ബ്രേക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് അത് ഏത് ഓർഗാനിസം ആണ് അതിനകത്ത് ബാക്കിയുള്ള ബോൺസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ എൻസൈം അല്ല DNA കിട്ടത്തുള്ളൂ. അതിൽ ലൈസോസൈമിന്റെ ഫംഗ്ഷൻ ബാക്ടീരിയ സെൽവാളൊക്കെ അതിന് ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് ലൈസോസൈം കൊണ്ട് പറ്റും. സെല്ലുലേസ് എന്താ, പ്ലാന്റിലെ സെൽവാൾ, സെല്ലുലോസ് കൊണ്ടല്ലേ പ്ലാന്റ് സെൽസിന്റെ സെൽവാൾ ഉണ്ടാക്കിയിരിക്കുന്നത്, അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് സെല്ലുലേസിന് പറ്റും. ആൻഡ് കൈറ്റിനേസ് എന്താ ചെയ്യുന്നത്, ഈ കൈറ്റിനില്ലേ ഈ ഫംഗസിന്റെയും അതുപോലെയുള്ള ഇൻസെക്ട്സിന്റെ ഒക്കെ സെൽവാളിൽ കാണുന്ന കൈറ്റിൻ, ആ കൈറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൈറ്റിനേസ് എന്ന് പറയുന്ന എൻസൈം യൂസ് ചെയ്യുക. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻസൈംസ് യൂസ് ചെയ്ത് അതിന്റെ സെല്ലിലുള്ള കമ്പൗണ്ട്സിനെ ഒക്കെ ബ്രേക്ക് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ബ്രേക്ക് ചെയ്തെടുക്കുന്നതിന്റെ കൂടെ DNA നമുക്ക് ആ ന്യൂക്ലിയസിൽ നിന്ന് പുറത്താക്കി സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ എൻസൈംസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ, in gene method used to introduce alien DNA into the host cell, microparticles of which metals are used? ഏത് മെറ്റൽസ് are യൂസ് ചെയ്യുന്നത്? ടങ്സ്റ്റണും ഗോൾഡും. ഇത് ഗുഡ്, ടങ്സ്റ്റണും ഗോൾഡും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ജീൻ ഗൺ മെത്തേഡ് വഴി DNA സെല്ലിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്, ഈ ഒരു മെറ്റൽസ് അതിൽ നമ്മൾ എന്ത് ചെയ്യും, DNA കോട്ട് ചെയ്യും. എന്നിട്ട് ഇതിനെ ഹൈ വെലോസിറ്റി, വളരെ വലിയ വേഗത്തിൽ അതിനെ നമ്മൾ ആ സെൽസുമായിട്ട് കൊളൈഡ് ചെയ്യും. ആൻഡ് അങ്ങനെയാണ് സെൽസിനകത്തേക്ക് ഈ ഏലിയൻ DNA ചെല്ലുന്നത്. ആൻഡ് ഇവിടെ ടങ്സ്റ്റണും ഗോൾഡും യൂസ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും ഇനേർട്ട് ആയിട്ടുള്ള, അതായത് ഒത്തിരി റിയാക്ഷൻസ് ഒന്നും ഉണ്ടാക്കുന്ന ആളല്ല. സോ അതുകൊണ്ട് തന്നെ സെല്ലിന്റെ കെമിക്കൽ കോമ്പോസിഷന് ചേഞ്ച് ഒന്നും വരുത്താത്തത് കൊണ്ടാണ് ടങ്സ്റ്റണും ഗോൾഡും നമ്മൾ ബയോലിസ്റ്റിക് അല്ലെങ്കിൽ ജീൻ ഗൺ മെത്തേഡ് വഴി വെക്ടർ DNA ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, അപ്പോൺ എക്സ്പോഷർ ടു UV റേഡിയേഷൻ DNA സ്റ്റെയിൻഡ് വിത്ത് എത്തീരിയം ബ്രോമൈഡ് വിൽ ഷോ. ഏത് കളറാ ഷോ ചെയ്യുന്നത്? ബ്രൈറ്റ് ഓറഞ്ച് കളർ. വെരി ഗുഡ്, ബ്രൈറ്റ് ഓറഞ്ച് കളർ ആയിരിക്കും കാണുന്നത്. ആൻഡ് അതിലെ ഡൈ ഏതായിരുന്നു? ഡൈ ഇവർ പറഞ്ഞിട്ടുണ്ട്, എത്തീരിയം ബ്രോമൈഡ് ആണ് UV റേഡിയേഷന് വെക്കണം കേട്ടോ. അടുത്തത് റീകോമിനന്റ് DNA സ്റ്റെപ്സ് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് വൺ കൊടുത്തിട്ടുള്ള ഇൻസേർഷൻ ഓഫ് റീകോമിനന്റ് DNA into the host cell. Second, cutting of DNA at specific location by restriction enzyme. Third, isolation of desired DNA fragment. And fourth, amplification of gene of interest using PCR. ഏതാ ഫസ്റ്റ് ചെയ്യുന്നത്? ഐസൊലേഷൻ ഓഫ് ഡിസോർഡർ DNA ഫ്രാഗ്മെന്റ്സ്. ഐസൊലേഷന് മുമ്പ് നമ്മൾ അതിനെ കട്ട് ചെയ്യണ്ടേ? കട്ട് ചെയ്തിട്ട് വേണം. നമ്മൾ ഈ ടെക്സ്റ്റിൽ കണ്ടോ, ടെക്സ്റ്റിൽ ഐസൊലേഷൻ ആണോ ആദ്യം കൊടുത്തേക്കുന്നത്? ഇവരാദ്യം പക്ഷെ B ആണല്ലോ പറഞ്ഞേക്കുന്നത്. ഇവര് പറഞ്ഞിട്ടുള്ളത് കണ്ടോ, ടെക്സ്റ്റിലെ വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ജീനിന്റെ ഫ്രാഗ്മെന്റിന്റെ കാര്യം, അതായത് ഐസൊലേഷൻ ഓഫ് ഡിസൈഡ് DNA ഫ്രാഗ്മെന്റ്. അത് രണ്ടും തമ്മിൽ കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആവശ്യമുള്ള DNA എക്സ്ട്രാക്ട് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് എടുത്തിട്ട് അതിനെ
കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ എന്താവുള്ളൂ, ഫ്രാഗ്മെന്റ് ആവുള്ളൂ. സോ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഫ്രാഗ്മെന്റ് ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ജെൽ ഇലക്ട്രോഫോറസിസ് വഴി ഐസൊലേറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ അല്ലേ. അപ്പം ഈ ടെക്സ്റ്റിൽ ഹെഡിങ് പറയുകയാണെങ്കിൽ ആദ്യം അവിടെ ഒരു സ്റ്റെപ്പും കൂടെ വേണമായിരുന്നു. ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത് ഫസ്റ്റ് പറയാമായിരുന്നു. അപ്പൊ ആദ്യം ജനറ്റിക് മെറ്റീരിയൽ DNA ഐസൊലേറ്റ് ചെയ്തെടുക്കണം. പിന്നെ എന്ത് ചെയ്യണം, അതിനെ കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞാണ് ആവശ്യമുള്ള ഡിസൈഡ് DNA ഫ്രാഗ്മെന്റിനെ ജെൽ ഇലക്ട്രോഫോറസിസ് വഴിയൊക്കെ നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്തെടുക്കും. ആൻഡ് ദെൻ ആംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ PCR വഴി അതിന്റെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യും. ആൻഡ് ലാസ്റ്റ്ലി എന്താ ചെയ്യുന്നത്, ഹോസ്റ്റ് സെല്ലിലേക്ക് റീകോംബിനന്റ് DNA ഇൻസേർട്ട് ചെയ്യും. ഓക്കെ ആണോ അത്? അടുത്തത് ക്ലോണിംഗ് വെക്ടർ അല്ലാത്തത് ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. YAC എന്ന് വെച്ചാൽ ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം ആട്ടോ. ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം ആൻഡ് BAC ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം. ആൻഡ് അത് എന്താ, ഇതും ഈ YAC BAC പിന്നെ PBR 322 എല്ലാം ക്ലോണിംഗ് വെക്ടർ ആണ് നമുക്കറിയാം. ആൻഡ് അതില് പ്രോബ് മാത്രം എന്താ ക്ലോണിംഗ് വെക്ടർ അല്ല. ഓക്കെ ആണോ അത്? അടുത്ത ക്വസ്റ്റ്യൻ, when a particular restriction enzyme cuts strands of DNA, overhanging stretches or sticky ends are formed. Restriction enzymes കട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? സ്റ്റിക്കി എൻഡ്സ് ഒക്കെ ഫോം ചെയ്യുവോ? സ്റ്റിക്കി എൻഡ്സ് ഫോം ചെയ്യാറുണ്ട്. പിന്നെ some restriction enzyme cut the DNA a little away from the center of the palindromic site. അത് ശരിയാണോ? സെന്റർ എന്ന് പറയാൻ പറ്റുമോ? ഒരെണ്ണമൊക്കെ വിട്ടിട്ടില്ലല്ലോ. ലിറ്റിൽ അവേ, കുറച്ച് ലിറ്റിൽ അവേ ഫ്രം സെന്റർ, ശരിയല്ലേ? അപ്പൊ നമ്മുടെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എൻസൈം സെന്ററിൽ നിന്ന് പാലിൻഡ്രോമിക് സീക്വൻസിന്റെ ലിറ്റിൽ അവേ ഫ്രം ദ സെന്റർ ഓഫ് ദ പാലിൻഡ്രോമിക് സൈറ്റിലാണ് കട്ട് ചെയ്യുന്നത്. പാലിൻഡ്രോമിക് സൈറ്റിന്റെ കുറച്ച് ദൂരെ, അതായത് കറക്റ്റ് ആ സൈറ്റിൽ തന്നെയല്ല, ഒരിത്തിരി ഗ്യാപ്പ് ഇട്ടിട്ടാണ് അവിടെ കട്ട് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സെപ്പറേഷൻ ഓഫ് DNA fragments is done by a technique known as. DNA സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക്ക് ഏതായിരുന്നു? ജെൽ ഇലക്ട്രോഫോറസിസ്. കറക്റ്റ്. ജെൽ ഇലക്ട്രോഫോറസ് വഴിയാണ് നമ്മൾ DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ആൻഡ് അതിൽ യൂസ് ചെയ്യുന്ന ആ ഒരു ജെല്ലിന്റെ പേരെന്താ? അഗാരോസ് ജെൽ. അഗാരോസ് ജെൽ ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് അത് എവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്? അതൊരു സീവീഡ്സിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ജെല്ലാണ് അഗാരോസ് ജെൽ. അത് നമ്മളിവിടെ മാട്രിക്സ് ആയിട്ട് യൂസ് ചെയ്യും. DNA ചാർജ് എന്താ? നെഗറ്റീവ്. DNA നെഗറ്റീവ് ആണ്. ആൻഡ് അതുകൊണ്ട് അത് ആനോഡിലേക്ക് മൂവ് ചെയ്യും. ആൻഡ് അടുത്തത്, പ്ലാന്റ് സെല്ലിൽ നിന്ന് ജനറ്റിക് മെറ്റീരിയലിനെ ഐസൊലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എൻസൈം ഏതാ? ഓപ്ഷൻ തരാം. പ്രോട്ടിയേസ്, സെല്ലുലേസ്, ലിപ്പേസ്, കൈറ്റിനേസ്. പ്ലാന്റിന്റെ സെൽ വാൾ എന്തോ സെല്ലുലേസ്. കറക്റ്റ്. സെല്ലുലേസ് ആണ് പ്ലാന്റ് സെല്ലിൽ നിന്ന് ജനറ്റിക് മെറ്റീരിയലിനെ ഐസൊലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഫംഗസ് ആണെങ്കിലോ? കൈറ്റിനേസ്. കറക്റ്റ്. കൈറ്റിനേസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ അവര് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഇതിൽ നിന്ന് അവർ ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. ലൈസോസൈം ആണെങ്കിൽ ബാക്ടീരിയ, സെല്ലുലേസ് ആണെങ്കിൽ പ്ലാന്റ് സെല്ല്, കൈറ്റിനേസ് ആണെങ്കിൽ ഫംഗസ്. പിന്നെ പ്രോട്ടീൻസ് റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് പ്രോട്ടിയേസ്. ആൻഡ് ന്യൂക്ലിയസ് എൻസൈം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? RNA റിമൂവ് ചെയ്യാൻ. ഈ എൻസൈംസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ അതിന്റെ ലാസ്റ്റ് ഒരു ASC കാണും, അല്ലെങ്കിൽ ഒരു സൈം എന്ന് പറഞ്ഞ വാക്ക് കാണും. സോ അത് വെച്ച് നമുക്ക് കാണാൻ പറ്റും. സോ അത് വെച്ച് പഠിക്കാൻ പറ്റില്ലേ? പ്രോട്ടീൻ ആണെങ്കിൽ പ്രോട്ടിയേസ്, RNA റൈബോന്യൂക്ലിക് ആസിഡ് ആണെങ്കിൽ റൈബോന്യൂക്ലിയേസ്, സെല്ലുലോസ് ആണ് പ്ലാന്റ് സെൽവാളിൽ കാണുന്നത്, അതിനെ റിമൂവ് ചെയ്യുന്ന ആളാരാ? സെല്ലുലേസ്. ആൻഡ് ഫംഗസിന്റെ സെൽവാൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാ? കൈറ്റിൻ കൊണ്ട്. അപ്പൊ കൈറ്റിനിക്. ആ ഒരു ഇത് വെച്ച് പഠിച്ചാൽ മതിയേ.
ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ഏതാന്ന് പറയാവോ? ജീൻ ഗൺ യൂസ് ചെയ്യുന്നത് എന്തിനാ? ട്രാൻസ്ഫർ ഓഫ് ജീൻ. ആ, ട്രാൻസ്ഫർ ഓഫ് ജീനിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീൻ ഗണ്ണ് യൂസ് ചെയ്യുന്നത്. ജീൻ തെറാപ്പിയോ? അത് നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെ, അടുത്ത ചാപ്റ്ററിൽ പഠിച്ചില്ല. റീപ്ലേസ്മെന്റ് ഓഫ് എ ഫോൾട്ടി ജീൻ ബൈ എ നോർമൽ ഹെൽത്തി ജീൻ. അതായത് ഒരു അസുഖം വരുന്ന ഒരു ജീനിനെ മാറ്റി നോർമൽ ആയിട്ടുള്ള ജീന് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ജീൻ ക്ലോണിങ് എന്താ? അത് നമ്മൾ പറഞ്ഞാലോ തുടക്കത്തിൽ തന്നെ. ഐഡന്റിക്കൽ കോപ്പീസ്. ഐഡന്റിക്കൽ കോപ്പീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ് ആയിരുന്നു ജീൻ ക്ലോണിങ്. ആൻഡ് ജീനോം എന്ന് വെച്ചാല് ഒരു ഓർഗാനിസത്തിലുള്ള ഒരു ജീവിയിലുള്ള ടോട്ടൽ DNA പറയുന്നതാണ് ജീനോം. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ അല്ലേ ഇത്? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാമേ. ഓക്കെ, എന്നാ നമുക്ക് നിർത്തിയാലോ? 8 മണിയായല്ലേ. നാളെ ക്ലാസ് വേണോ? എക്സാമിന് വേണ്ടി എന്തെങ്കിലും റിവിഷനോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കണോ? നിങ്ങൾക്ക് എക്സാം ആയിട്ട് തിരക്കാണെങ്കിൽ സാരില്ല, നമുക്ക് അടുത്ത ആഴ്ച എടുക്കാം കേട്ടോ. എന്താ വേണ്ടേ? എനിക്ക് സീനില്ല ചേച്ചി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. അഭിഷേകേ? അറിയില്ല ചേച്ചി, പഠിക്കും. എങ്കിലും നന്നായിട്ട് എക്സാമിന് പഠിക്കും കേട്ടോ, നന്നായിട്ട് എക്സാം എഴുതണേ. ഇടയ്ക്ക് എന്തെങ്കിലും ആണോ? അല്ല, എന്തായാലും എക്സാം ഉള്ളതല്ലേ നാളെ കഴിഞ്ഞു, അപ്പൊ പിന്നെ